ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒന്നാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയുടെയും ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡിൻ്റെ കീഴിലെ ബോർഡിംഗ് മദ്രസയിലെ ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുത്താവുന്ന തദ്രീബു തിലാവയുടെ ഒരു ചോദ്യപേപ്പറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാം. ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ താഴെ യോജിച്ച ചിത്രങ്ങൾക്ക് അതിൻ്റെ പേരുകളിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് എന്താണ് ചിത്രം വന്നത്? ഫ്ലാഗ് അല്ലേ? ഫ്ലാഗിന് എന്തായാലും നമ്മൾ അറബിയിൽ പഠിച്ചത് അലം. അലം. അപ്പോൾ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വീടിന് എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? വീടിന് ഹൗസ്. ഹൗസിന് എന്തായിരുന്നു? ബൈത്ത്. ബൈത്ത്. അപ്പോൾ നമുക്ക് അതിലേക്ക് മാച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒട്ടകം. ഒട്ടകത്തിന് എന്തായിരുന്നു? ജമൽ. ജമൽ. അപ്പോൾ നമുക്ക് അതിലേക്ക് മാച്ച് ചെയ്ത് കൊടുക്കാം. ജമൽ. പിന്നെ കാറ്. കാറിന് എന്തായിരുന്നു? കാറിന് സയ്യാറ. അപ്പോൾ നമുക്ക് അതിലേക്ക് മാച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇവിടെ പിടക്കോഴി. പിടക്കോഴിക്ക് എന്താണ്? ദജാജ. അപ്പോൾ നമുക്ക് ദജാജ. അപ്പോൾ അതിലേക്ക് മാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഓരോ ചിത്രത്തിൻ്റെയും പേരുകൾ നമുക്ക് കാണാതെ അറിയണം. ചിത്രം നോക്കിയിട്ട് നമുക്ക് പറയാൻ കഴിയണം. അതിൻ്റെ അക്ഷരങ്ങൾ മനസ്സിലാക്കാൻ കഴിയണം. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ കാറിൻ്റെ പേര് നമുക്കറിയാം, സയ്യാറ ആണെന്ന്. അപ്പോൾ നമുക്ക് ഇതിൽ ഏതാണ് സയ്യാറ എന്ന് നമുക്ക് അക്ഷരങ്ങൾ നോക്കി മനസ്സിലാക്കാൻ കഴിയണം. മനസ്സിലായില്ലേ? ബൈത്ത്. ബൈത്ത് നമുക്ക് ഏതാണ് അക്ഷരങ്ങൾ എന്ന് നോക്കി മനസ്സിലാക്കി അതിലേക്ക് മാച്ച് ചെയ്യാൻ കഴിയണം. അപ്പോൾ വീട് ചിത്രങ്ങളുടെ പേരുകൾ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അത് തുടങ്ങുന്ന അക്ഷരങ്ങളും നമ്മളതിൽ പഠിക്കുന്ന അക്ഷരങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ അതുപോലെ ചിത്രങ്ങൾ മാറിയിട്ട് നിങ്ങൾക്ക് വരാം. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. അടുത്തത് എന്താണ്? നമുക്ക് അക്ഷരങ്ങളുടെ പേര് പറഞ്ഞു കൊടുക്കണം. ഇവിടെ താഴെ കുറച്ച് അക്ഷരങ്ങൾ തന്നിട്ടുണ്ട്. അത് ഏതാണെന്ന് ഉസ്താദിന് പറഞ്ഞു കൊടുക്കണം. എന്താണ് ഇവിടെ? ഐന്. പിന്നെ ഹ, സ, സോദ്, സോദ്, ലോ, ലോ. അപ്പോൾ ഇതുപോലെ നമ്മൾ പഠിച്ച അലിഫ്, ബാ, താ, സ, ജീമ്, സീന്, റാ, സായി, അതൊക്കെ നമുക്കിതുപോലെ നോക്കി പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അപ്പം അങ്ങനെ എല്ലാ അക്ഷരങ്ങളും മനസ്സിലാക്കി പഠിക്കുക. ഇനി ഇവിടെ നോക്കി വായിച്ചു കൊടുക്കണം. നമ്മൾ വേർഡ്സുകൾ വായിച്ചു കൊടുക്കണം. അപ്പം അക്ഷരങ്ങൾ ചേർത്ത് നമുക്ക് വായിക്കാൻ കഴിയണം. അ, ബ്, ദുൻ, അബ്ദുൻ. ഷ, ജ, റുൻ, ഷജറുൻ. ഹി, സ്, ബുൻ, ഹിസ്ബുൻ. സി, ബ, ഉൻ, സിബഉൻ. ഹ, ല, റുൻ, ഹലറുൻ. അപ്പോൾ അങ്ങനെ അക്ഷരങ്ങൾ ചേർത്ത് വായിച്ചു കൊടുക്കാൻ കഴിയണം. പിന്നെന്താണ്? താഴെ അക്ഷരങ്ങൾ അതുപോലെ നോക്കി വായിക്കണം. താന് ഹർക്കത്ത് നൽകിയാൽ തീ, ഹ ഇന് ഫത്തഹ് നൽകിയാൽ ഹ, ലാലിന് ലമ്മ നൽകിയാൽ ലൂ, സായിക്ക് കസർ നൽകിയാൽ സി, ഷീനിന് ലമ്മ നൽകിയാൽ ഷൂ, തോന് ഫത്തഹ നൽകിയാൽ തോ. അപ്പോൾ അതുപോലെ നമുക്ക് വേറെ അക്ഷരങ്ങൾ വന്നാൽ വായിക്കാൻ കഴിയണം. ഇനി എന്താണ്? നീട്ടാനുള്ള അക്ഷരങ്ങളാണ് അല്ലേ? മദ്ദക്ഷരങ്ങൾ വന്നിട്ടുണ്ട്. ബാ ഇന് ഫത്തഹ ഇട്ട് ബാ, ജീമിന് കസറ നൽകി ജി, ദാലിന് ലമ്മ നൽകി ദൂ, റാഇന് തൻവീൻ ലമ്മ നൽകി റുൻ, റുൻ. തോഇന് ഫത്തഹ നൽകി അലിഫ് കൊണ്ട് നീട്ടി തോ, ഐനിന് കസറ നൽകി യാ കൊണ്ട് നീട്ടി ഐ, ലോഇന് ലമ്മ നൽകി വാവ് കൊണ്ട് നീട്ടി ലൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് വേറെ അക്ഷരങ്ങൾ സൂ, സീ എന്നൊക്കെ തന്നാൽ നമുക്ക് വായിച്ചു കൊടുക്കാൻ കഴിയണം. ആ രീതിയിൽ അക്ഷരങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. പിന്നെ ചേർത്ത് വായിച്ചു കൊടുക്കണം. എന്താണ്? അപ്പോൾ ഇവിടെ നമുക്കിവിടെ ഒരു ബോക്സ് തന്നിട്ടുമുണ്ട്. അത് ചേർത്ത് വായിച്ചിട്ട് അത് എഴുതി കൊടുക്കണം. ചേർത്ത് വായിക്കുക. എന്നിട്ട് ഇവിടേക്ക് എഴുതി കൊടുക്കാം. ബ, ഔ, ദ, ബൗദ. അപ്പോൾ
ബ ഐന് ഇടയിൽ എഴുതുന്ന രീതി, ദാല് അവസാനിപ്പിക്കുന്ന എഴുതുന്ന രീതി, ബ ഓ ദ അങ്ങനെ എഴുതാൻ കഴിയണം, മനസ്സിലാക്കുക. അതുപോലെ ഹ ല റ, ഹ ഫസ്റ്റ് വരുമ്പോൾ എഴുതുന്ന രീതി, ഹ ല റ, ഹലറ. അപ്പോൾ അതുപോലൊക്കെ എഴുതാൻ കഴിയണം, ഹലറ. ഇനിയാ ഇവിടെ ചേർത്ത് തന്നിട്ടുണ്ട്, അതിനെ നമ്മൾ പിരിച്ചെഴുതണം. ഇതുപോലെ ഓരോരോ അക്ഷരങ്ങളാക്കിയിട്ട് എഴുതി കൊടുക്കണം. ഹ ത ബുൻ, ഹ ത ബുൻ. അപ്പോൾ ഫസ്റ്റത്തെ ഹ എഴുതുമ്പോൾ നമ്മൾ ഇതുപോലെ എഴുതി കൊടുക്കണം, ഹ ത ബുൻ, ഹ ത ബുൻ. ലോ ഫുൻ, ലോ ഫുൻ, ലോ ഫുൻ, ലോ ഫുൻ. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. അതിപ്പോൾ ഞാൻ സ്ട്രൈറ്റിൽ വെച്ച് എഴുതുന്നതുകൊണ്ടാണ് അങ്ങനെ എഴുത്ത് അങ്ങനെ ആവുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക. പിന്നെന്താണ്, കളർ നൽകാനാണ് നമുക്ക്. താഴെയുള്ള ഈ ചിത്രത്തിന് നല്ല ഭംഗിയിൽ പുറത്തേക്കൊന്നും പോവാതെ നമുക്ക് കളർ നൽകണം. അപ്പോൾ കളർ ഏതാണെന്നൊന്നും പറയില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, ഫ്ലവറിന് കൊടുക്കുന്ന കളറും ഇലക്ക് കൊടുക്കുന്ന കളറും അതിൻ്റെ സ്റ്റെമ്പിന് കൊടുക്കുന്ന കളറൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് കൊടുക്കുക. അതുപോലെ ഒരു പള്ളിയുടെ രൂപമാണ് ഇവിടെ. അപ്പോൾ അതൊക്കെ വൃത്തിയിൽ നല്ല ഭംഗിയിൽ ഓരോന്നും പ്രത്യേകം മനസ്സിലാക്കുന്ന രീതിയിൽ ഒന്നായിട്ട് കറുപ്പ് കൊടുത്താൽ നമുക്ക് ഏത് ചിത്രം എന്ന് അറിയുമോ? ഇല്ല. അപ്പോൾ ഓരോന്നിനും ഓരോ വ്യത്യസ്ത നിറങ്ങൾ നൽകിയാൽ നമുക്ക് നല്ല ഭംഗിയിലുള്ള ചിത്രമായിട്ട് വരും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി എല്ലാവരും പഠിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ നിറങ്ങൾ നൽകാൻ എല്ലാവരും മനസ്സിലാക്കണം. അപ്പോൾ ഇത്രയാണ് ഈ ചോദ്യപേപ്പറിൽ വന്നത്. അപ്പോൾ എല്ലാവരും ചോദ്യപേപ്പറിലുള്ള പോലെ പാഠബുക്കിൽ നിന്ന് കുട്ടികളെ കൊണ്ട് മനസ്സിലാക്കി പഠിപ്പിക്കുക, ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തെടുക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.